ഇളയ മകളെ സ്കൂളിലാക്കി തിരിച്ചു വരുമ്പോഴായിരുന്നു റോഡരികിൽ നിന്നൊരു പെൺകുട്ടി എന്റെ സ്കൂട്ടറിന് കൈ കാണിച്ചത്. സ്കൂൾ യൂണിഫോമിലായിരുന്നു അവൾ. സ്കൂൾ സമയം കഴിഞ്ഞിട്ടും ബസ് കിട്ടാത്തത് കൊണ്ടാവാം ലിഫ്റ്റ് ചോദിച്ചതെന്ന് എനിക്ക് തോന്നി. ഞാൻ സ്കൂട്ടർ നിർത്തിയതും അവൾ ഓടി വന്ന് എന്റെ പുറകിൽ കയറി ഇരുന്നു. ഏത് സ്കൂളിലേക്കാണ് പോകേണ്ടത്? ഞാൻ ചോദിച്ചു. ചേച്ചി, എന്നെ അധനോ സ്കൂളിന്റെ മുന്നിൽ ഇറക്കിയാൽ മതി. ശരി, ഞാനും ആ വഴിക്ക് തന്നെയാണ്. സ്കൂട്ടർ മുന്നോട്ട് എടുത്തപ്പോൾ ബാലൻസ് പോകാതെ അവൾ പെട്ടെന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ബാലൻസ് കിട്ടിയാൽ അവൾ കൈവിട്ടേക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ അവൾ വീണ്ടും കൂടി എന്നെ ചേർന്നു പിടിച്ചു. അവളുടെ കൈകൾ എന്റെ വേരിലൂടെ മുറുക്കി പിടിച്ചു. അത് എന്നെ അസ്വസ്ഥയാക്കി. എന്തോ തെറ്റായൊരു ചിന്ത എന്റെ മനസ്സിൽ വന്നുപോയി. അതിനാൽ ഞാൻ പെട്ടെന്ന് സ്കൂട്ടർ നിർത്തി. മോളെ, ഇവിടെ ഇറങ്ങൂ. എനിക്ക് വേറെ വഴിക്കാണ് പോകേണ്ടത്. വൈകുന്നേരം എന്റെ മകളുടെ ലഞ്ച് ബോക്സ് കൊടുക്കാൻ ഞാൻ വീണ്ടും സ്കൂളിലേക്ക് പോയി. അപ്പോൾ രാവിലെ കണ്ട ആ പെൺകുട്ടിയെ റോഡരികിലൂടെ തല കുനിച്ചു നടക്കുന്നത് കണ്ടു. ഇതെന്താ? നിനക്കിന്ന് ക്ലാസ്സില്ലേ? ഞാൻ ചോദിച്ചു. അവൾ പറഞ്ഞു, ക്ലാസ്സുണ്ട്. പക്ഷേ ടീച്ചർ എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. എന്തിന്? ഞാൻ നോട്ട്ബുക്കിൽ എന്തോ എഴുതിയതാണെന്ന് കണ്ടു ടീച്ചർ വായിച്ചു. പിന്നെ പറഞ്ഞു, നിനക്ക് കഥ എഴുതണമെങ്കിൽ വീട്ടിൽ പോയി എഴുതിക്കോ. അതെന്താ എഴുതിയത്? ഞാൻ ചോദിച്ചു. അവൾ അല്പം നിശബ്ദമായി നിന്നിട്ട് പറഞ്ഞു, ഒരു ലവ് ലെറ്റർ. ഞാൻ അതിശയിച്ചു. ആ വരികൾ വായിച്ചപ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾ എഴുതിയിരുന്നത്, ഇന്ന് ഒരു ചേച്ചി സ്കൂട്ടറിൽ എന്നെ കൊണ്ടുപോയപ്പോൾ ഞാൻ അവരെ കെട്ടിപ്പിടിച്ചു. അത് എന്റെ അമ്മയാണെന്ന് ഞാൻ കരുതി. അവരുടെ വിയർപ്പിന് എന്റെ അമ്മയുടെ ഓർമ്മയുടെ സുഗന്ധം പോലെ തോന്നി. ആ യാത്ര ഒരിക്കലും അവസാനിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു. അവസാനത്തെ വരികൾ കണ്ണീർ വീണ് മങ്ങിയിരുന്നു. ഞാൻ അവളെ നോക്കി പറഞ്ഞു, സോറി മോളെ. എനിക്കൊന്നും അറിയില്ലായിരുന്നു. നാളെ ഞാൻ നിന്റെ അമ്മയായി സ്കൂളിൽ വരാം. അത് കേട്ടപ്പോൾ അവൾ ഒരു തേങ്ങലോടെ എന്റെ നെഞ്ചിലേക്ക് മുഖം മറച്ചു.